നിങ്ങളുടെ സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. സ്ത്രീ മനസ്സുകൾ കൊതിക്കുന്ന പാലക്കാമാലകൾ, നാഗപടം, കാശിമാല, മുല്ലമുട്ടുമാല എന്നിങ്ങനെ പൈതൃകത്തിന്റെ ധന്യതയാർന്ന അപൂർവ ഡിസൈനുകൾ. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, നിത്യോപയോഗത്തിന് അണിയാൻ പറ്റിയ ആഭരണങ്ങളും പുത്തൻ തരംഗമായ കരിമണി മാലകളും ഇവിടെയുണ്ട്. വിശ്വസ്തയുടെ അടയാളമായി ഓരോ ആഭരണത്തിനും 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കുട്ടികൾക്കായി പ്രത്യേക ശേഖരവും ട്രെൻഡി നെക്ലേസുകളും പാദസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർണത്തോട് കിടപിടിക്കുന്ന ഈ ആഭരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇന്നു തന്നെ സന്ദർശിക്കൂ ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒറ്റപ്പാലം മേഖലയിൽ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന തുടങ്ങി. ആദ്യ ദിനം മാനദണ്ഡങ്ങൾ പാലിക്കാതെ 9 ബസ്സുകളെ തിരിച്ചയച്ചു. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന ഒറ്റപ്പാലം മേഖലയിൽ ആരംഭിച്ചു. താലൂക്ക് തല സബ് പാർട്ടി ഓഫീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ക്യാമ്പ് നടത്തിയാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ്, CBSE സ്കൂളുകളിലെ വാഹനങ്ങളാണ് ആദ്യ ദിനത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ആകെ പരിശോധിച്ച 28 വാഹനങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വീഴ്ച വരുത്തിയ 9 വാഹനങ്ങൾ ന്യൂനതകൾ പരിഹരിക്കാൻ ആവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ തിരിച്ചയച്ചു. വേഗപ്പൂട്ട്, GPS എന്നിവ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതും ടയറുകൾക്ക് അമിത തേയ്മാനം സംഭവിച്ചതും ഉൾപ്പെടെയുള്ള കാരണങ്ങളാലാണ് ഈ ബസ്സുകൾ തിരിച്ചയച്ചത്. വാഹനത്തിന്റെ പൊതുവായ പ്രവർത്തനക്ഷമത, അറ്റകുറ്റപ്പണികൾ എന്നിവയോടൊപ്പം പ്രഥമ ശുശ്രൂഷ കിറ്റ്, അഗ്നിശമന ഉപാധികൾ, GPS ഘടിപ്പിച്ച വിദ്യാവാഹന ആപ്പിലെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നിവയും കൃത്യമായി പരിശോധിച്ചു. പരിശോധനയിൽ സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കണ്ടെത്തുന്ന വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ചെക്ക്ഡ് ഓക്കെ എന്ന പ്രത്യേക സ്റ്റിക്കർ പതിപ്പിച്ചു നൽകുന്നുണ്ട്. ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ ഈ സ്റ്റിക്കർ ഇല്ലാത്ത ഒരു സ്കൂൾ ബസ്സും സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ PJ റെജി, അശോക് കുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ KS സഗീർ, അരുൺ, R സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. ചെർപ്പുളശ്ശേരി മേഖലയിലെ വാഹനങ്ങളുടെ പരിശോധന മെയ് 20 ബുധനാഴ്ച ചെർപ്പുളശ്ശേരി ശബരി സെൻട്രൽ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. വാഹന പരിശോധനയ്ക്ക് പുറമെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും അറ്റൻഡർമാർക്കുമായി പ്രത്യേക സുരക്ഷാ പരിശീലനവും വരും ദിവസങ്ങളിൽ നൽകും. 2026 പുതിയ അധ്യയന വർഷം തുറക്കുന്നതിന് മുമ്പോടിയായിട്ട് ഒറ്റപ്പാലം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ മൺസൂൺ കാല പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഒറ്റപ്പാലം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളൊക്കെ 2 മേഖലകളായി തിരിച്ചാണ് പരിശോധന നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ശനിയാഴ്ച ഒറ്റപ്പാലം താലൂക്കിലുള്ള ഒറ്റപ്പാലം ഭാഗത്തുള്ള വാഹനങ്ങൾക്കും 20-ാം തീയതി അടുത്ത ബുധനാഴ്ച ചെർപ്പുളശ്ശേരി ഭാഗത്തുള്ള സ്കൂളുകൾക്കുള്ള വാഹനങ്ങളുടെയും പരിശോധനയാണ് നമ്മൾ നടത്തുന്നത്. പരിശോധന ഏകദേശം 9 മണി മുതൽ തുടങ്ങിയിട്ടുണ്ട്. വിദ്യാവാഹന ആപ്പിൽ രജിസ്റ്റർ ഉണ്ടാവണം, സ്പീഡ് ഗവർണർ പ്രവർത്തനക്ഷമമാണോ നോക്കുക, അതുപോലെ GPS ലൊക്കേഷനൊക്കെ കറക്റ്റ് ആണോ നോക്കുക, അതുപോലെ ജനറലായിട്ടുള്ള മറ്റു പരിശോധനകളും കൂടെയാണ് നമ്മളോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പരിശോധനകൾ തൃപ്തികരമായ വാഹനങ്ങൾക്ക്, തൃപ്തികരമെന്ന് കണ്ടെത്തുന്ന വാഹനങ്ങൾക്ക് നമ്മൾ ഇവിടെ തന്നെ സ്റ്റിക്കർ നൽകുന്നുണ്ട്. തൃപ്തികരമല്ലാത്ത വാഹനങ്ങൾ മടക്കി അയച്ച് വീണ്ടും അവരെ ഡിഫക്റ്റുകൾ പരിഹരിച്ച് വരുന്ന മുറയ്ക്ക് നമ്മൾ വീണ്ടും അവർക്ക് പരിശോധന നടത്തിയ സ്റ്റിക്കറുകൾ നൽകുന്നതായിരിക്കും. ന്യൂസ് ഡെസ്ക് CCV.